വെൽക്കം ടു വട്ടമേശ ഇൻ ടു ദ ഡെപ്ത്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഗസ്റ്റ് ഒരു ഇത്തിരി സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പം ഞാൻ ആളെ കുറിച്ച് പറയുന്നില്ല, ആള് തന്നെ ആളെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം വെൽക്കം ലിബിൻ, വെൽക്കം ടു വട്ടമേശ. താങ്ക് യു. താങ്ക് യു. അപ്പം നമസ്കാരം. എന്താണ് സുഖമായിട്ടിരിക്കുന്നു? സുഖായിട്ടിരിക്കുന്നു. നല്ല തിരക്കുള്ള ടൈമാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് കുറേ ഫോറിനേഴ്സും നാട്ടിലെ ക്ലാസ്സുകളും ആൾക്കാർക്ക് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലിബിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ലിബിൻ തന്നെ പറയുന്നതാണ് നല്ലത്. അപ്പം ലിബിൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റും? യെസ്. നമ്മൾ പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ യോഗ ടീച്ചറാണ്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മൈൻഡ് ലെവലും ഈ ട്രോമകളും സ്ട്രെസ്സും ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളൊരു മേഖലയിലാണ്. കാരണം അത് അത് നല്ലൊരു മേഖല ആയതുകൊണ്ട് തിരഞ്ഞെടുത്തതല്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് പിന്നെ അത് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടിൽ വരുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അതിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യും എന്നുള്ളൊരു രീതി. ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഒരാൾക്ക് പലതരത്തിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഏത് തരത്തിലാ ഒരു ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ഹീലിംഗ് എന്നുള്ള രീതിയിലാണോ? ദ ഫസ്റ്റ് ഹെൽപ്പ് ഈസ് നമുക്ക് അവരെ കേൾക്കുക. അതിന് ഏറ്റവും ഭംഗിയായിട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാണ്ടും ഒരു ഇതില്ലാതെ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആൾക്ക് വേണ്ടി വരാന്നറിയില്ല. ചിലപ്പോൾ ആൾക്ക് നന്നായിട്ടൊന്ന് കരഞ്ഞാൽ മതിയാവും. അപ്പോൾ പൊട്ടിക്കരയാനുള്ളൊരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരാം. ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ട ആളായിരിക്കും. ഒരുപാട് ദേഷ്യം അടക്കി പിടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ദേഷ്യപ്പെടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്വസന ക്രിയകൾ വെച്ചിട്ട് അതിനെ ചെയ്യിപ്പിക്കും. അതിന് വേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ശ്വസന ക്രിയകളുണ്ട്. ഇപ്പോൾ ശക്തമായിട്ട് ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം വിടാന്നൊക്കെ പറയുമ്പോൾ ആ ദേഷ്യത്തിനെ കൺവേർട്ട് ചെയ്ത് പുറത്തേക്ക് വിടാണ്. അപ്പോൾ ആ ദേഷ്യം പോയി കഴിയുമ്പോൾ ആൾ സൈലന്റ് ആയി. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ക്ക് ചെയ്തിട്ടുള്ളൊരു സോഡ തുറക്കുമ്പോൾ ആകെ പൊട്ടി ഒലിച്ച് ചീറ്റി വരുന്നൊരു അനുഭവമായിരിക്കും. ഉം. ഇതിനെ കുറച്ച് നേരം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പച്ചവെള്ളമായി. പിന്നെ അതിൽ നിന്നൊരു ബഹളമില്ല. ഇതേപോലെയാണ് മനസ്സിന്റെ ഒരു അവസ്ഥ. ഇതിനങ്ങനെ പൊട്ടിത്തെറിച്ച് പോകാൻ നിൽക്കുമ്പോൾ അതിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ ഈസിയായി. അതാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ ജോബ് എന്ന് പറയാം. അപ്പം നമുക്ക് ഒരു ഹീലിംഗ് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ബി. ഉം. അത് ഭാവമാണ് ഹീലിംഗ് ആക്കണത്. പട്ടിണി കിടക്കുന്നതും ഉപവാസവും ഒന്നാ. ഫാസ്റ്റ് ചെയ്യണതും ഒന്നാ. ഉം. പക്ഷെ ആ ഭാവം മാറുമ്പോൾ അത് ഹീലിംഗ് ആയി. അവന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് മാറ്റായി. ആ. വെൻ യു ഈ തിങ്സ് ഫോർ എ ഹീലിംഗ്, അതായത് നമ്മളതിനെ മാറ്റം വരുത്താൻ വേണ്ടി ബെറ്റർ ആക്കാൻ വേണ്ടി കണ്ടു തുടങ്ങുമ്പോൾ അത് ഹീലിംഗ് ആയി. അയ്യോ ഇതെനിക്ക് വന്നല്ലോ, ഞാൻ ഈ അവസ്ഥയിലാണല്ലോ എന്ന് ചിന്തിക്കുന്നത് ഇറ്റ്സ് വിക്ടിം മെന്റാലിറ്റി എന്ന് പറയും. ഓ നമ്മൾ അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കൂടുതൽ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഇപ്പം പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. പറഞ്ഞല്ലോ, ഒരു നല്ല ലിസണർ ആവാ. ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് എങ്ങനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യും? അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഹീലിംഗിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് എങ്ങനെ എനിക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് പറ്റും? അൺഈസിനെസ് ആണല്ലോ ഫസ്റ്റ് വരാൻ. സ്വാസ്ഥ്യം ഇല്ലാതാവുമ്പോൾ പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. ഒന്നും ചെയ്യാതെ ഈ ശ്വാസവും ഈ ശരീരം വെച്ചിട്ട് ഇവിടെ സമാധാനം ആനന്ദമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടായിട്ട് അത് പറ്റുന്നില്ലെങ്കിൽ ദർ ഈസ് സം പ്രോബ്ലം. അപ്പം ഈ സ്വാസ്ഥ്യം എന്ന് ഉദ്ദേശിക്കുന്നത്? സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ സ്വസ്ഥത ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ആ. അതായത് എനർജി ഈസി ആയിട്ട് എവിടെ ഫ്ലോ ചെയ്യുന്നു അവിടെ പ്രശ്നമില്ല. ആ. എനർജീനെ എവിടെ സപ്രസ് ചെയ്യുന്നു, സഫോക്കേറ്റ് ചെയ്യുന്നു, അവിടെ പ്രശ്നം ക്രിയേറ്റ് ആവും. അപ്പൊ നമ്മൾക്ക് വയറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വാസ്ഥ്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നാളെ EMI അടയ്ക്കാണ്ട് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമുക്ക് സ്വാസ്ഥ്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ ആം സേയിങ്. ഈ എനർജി എന്ന് പറഞ്ഞല്ലോ. എനർജി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പോകുന്ന അറ്റ്മോസ്ഫിയർ, നമ്മളിപ്പം സംസാരിക്കുന്ന ആളുകൾ, ഇപ്പം നെഗറ്റീവ് എനർജി ഉള്ള ഒരാളോട് സംസാരിക്കുമ്പം, ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഞാൻ വർക്ക് ചെയ്യുമ്പം, ശരിക്കും ഒരു എനർജി പാസിങ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും? എനർജി അങ്ങനെ ഫ്ലോ ചെയ്ത് ഒരാളിൽ നിന്ന് നമുക്ക് അങ്ങനെ കിട്ടുമോ? എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് അനുഭവിക്കാത്തവരുണ്ടാവും. ചിലപ്പോൾ ആ ലെവലിൽ മനസ്സിലാക്കാൻ സെൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂട്ടുവായി വരികയും എവിടുന്ന് എങ്ങനെയും പോകാൻ തോന്നുകയും തീരെ പറ്റാത്തൊരവസ്ഥകൾ ഉണ്ടാവാം. അത് ഉണ്ടാവുന്നുണ്ടെങ്കിലും അയാളല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾക്കിത് ട്രിഗർ ആവുന്നു. ഉം. സോ വി ഷുഡ് റേസ് അവർ വൈബ്രേഷൻ. നമ്മുടെ തീ കൂട്ടാന്നുള്ളതാണ്. അല്ലാണ്ട് അവരെ തല്ലിക്കെടുത്താന്നുള്ളതല്ല ചെയ്യാനുള്ളത്. അത് ട്രൂ ആണ്. ഫ്രം മൈ എക്സ്പീരിയൻസ്. ഇപ്പം പറഞ്ഞല്ലോ, ഹീലിങ്ങിന് കുറേ അധികം ആളുകൾ വരുന്നുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഫോറിനേഴ്സ് കൂടുതലായിട്ട് വരുന്നത്? നമ്മുടെ മലയാളികൾക്ക് എന്തുകൊണ്ട് അവർക്ക് ആവശ്യമില്ലേ?
ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഞാൻ ഒരുപാട് അവരോട് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് ഇത്രയും ഡെഡിക്കേഷൻ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പലരും പറഞ്ഞത് അവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളൊരു ശ്രമം അത്. നമുക്കിനി കാശ് കുറെ ഉണ്ടായാൽ നന്നാവാം. നല്ലൊരു ജോലി കിട്ടിയാൽ ശരിയാവും. നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയാൽ ശരിയാവും. അയ്യോ അത് മിസ്സായത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് സംതൃപ്തിയില്ല. അവര് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം സംതൃപ്തിയായി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അതാണ്. ഉം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് ഫ്രാൻസിൽ നിന്നുള്ള ന്യൂറോളജിസ്റ്റാ. അവർക്കറിയാം ഇതിനെക്കുറിച്ചിട്ട്. പക്ഷെ എക്സ്പീരിയൻസ് ലെവലിൽ എങ്ങനെ മാറാം? അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. പ്രസന്റ് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഉം. എന്നിട്ടും ദുഃഖിക്കുന്നുണ്ടല്ലോ. സോ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യേണ്ടതെന്നും ചേഞ്ച് ചെയ്യേണ്ടതെന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഉണ്ട് അതിന്. നമ്മുടെ നാട്ടിൽ അതിനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അത് തേടി വരുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം പലതരം പ്രശ്നത്തിലുള്ള ആൾക്കാര് വരാറുണ്ട് ഹീലിങ്ങിന്. അപ്പം ഇതുവരെ വന്നിട്ടുള്ള പേഷ്യൻസില് ഏറ്റവും കൂടുതല് ആളെനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു ആളുണ്ടാവും. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് സ്വയം തോന്നുമല്ലോ, ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനെ തോന്നിയൊരു പേഷ്യന്റിനെ കുറിച്ച് പറയാം. ഞാന് പേഷ്യൻസിന്റെ പേരൂടെ പറയില്ല. ആ. എന്നാലും പറയാം. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോ ലൂസ് മോഷൻ വരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ തലകറങ്ങാം. പെയിൻ ഡൗൺ ആവാം. അവരുടെ സ്കൂളിൽ അതിന് കുട്ടിയാണ്. സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് വരുമ്പോൾ കുട്ടി ഏഹ്, കയ്യിൽ നിന്ന് പോവുക. അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്ന് മാറി എടുത്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാം. ഉം. നമ്മുടെ കാര്യമില്ല. അവർക്ക് തോന്നിയാൽ മാത്രമേ നടക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ? അവരല്ലേ ശ്വാസം എടുത്ത് വിടേണ്ടതൊക്കെ. ഇപ്പം അതൊരു കുട്ടിയാണെന്ന് പറഞ്ഞു ഉം. അല്ലേ? ഈ ചൈൽഡ്‌ഹുഡ് ട്രോമ എന്നുള്ളത് അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഉം. ഇപ്പൊ പല ആളുകൾക്കും അത് ഡിഫറന്റ് ആയിരിക്കും. ഈ ഒരു ചൈൽഡ്‌ഹുഡ് ട്രോമ എങ്ങനെയാണ് അവരുടെ ഭാവി ലൈഫിനെ അഫക്ട് ചെയ്യുന്നത്? പല രീതിയിൽ ഭയങ്കരമായിട്ട് അവരുടെ വ്യക്തിത്വത്തിനെ മൊത്തത്തിൽ ബാധിക്കാം. കാരണം ഈ കുട്ടിയായിരിക്കുമ്പോഴാണ് അവരുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാം ആവണമെന്ന് പറയാം. ഉം. അവരുടെ ക്യാരക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. അത് അവരുടെ റിലേഷൻഷിപ്പിനെയും എല്ലാത്തിനെയും ബാധിക്കാം. അതിപ്പോ ഒരു ഇഷ്യൂ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇത് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു കുട്ടി എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഇപ്പം അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് വഴക്കിടുന്ന ഉം, വീട്ടിലൊരു ഉം, കുട്ടി. ഉം, ഉം. അപ്പൊ ആ കുട്ടി ഒരു 3 വയസ്സ് മുതൽ ഒരു ആഹ്, അത്യാവശ്യം പ്രായമാവുന്നത് വരെ കണ്ടിട്ടുള്ളത് അവര് അച്ഛനും അമ്മയും വഴക്കിടുന്നതാണ്. അപ്പൊ ആ കുട്ടിക്ക് റിലേഷൻഷിപ്പില് വരുമ്പം അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര ടോക്സിക് ആണെന്നുണ്ടെങ്കില് ആ കുട്ടിയുടെ റിലേഷൻഷിപ്പ് വരുമ്പം അത് ആ കുട്ടിനെ എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുക? തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യും. അവരുടെ റിലേഷൻഷിപ്പിൽ ബാധിക്കും അത്. കാരണം അവൻ കണ്ടു കേട്ടത് മാത്രല്ല, ഈ അവരുടെ രൂപസാദൃശ്യവും സ്വഭാവവും അവരുടെ അസുഖങ്ങളും ക്യാരി ഫോർവേഡ് ആവുന്നുണ്ടെങ്കിൽ ഉം. അവരുടെ ടെൻഡൻസീസും വാസനകളും വരെ റിഫ്ലക്റ്റ് ആവും. അപ്പൊ അങ്ങനെ പെരുമാറാൻ അയാൾക്ക് ചിലപ്പോൾ പാർട്ട്ണറോട് പറ്റുള്ളൂ. അപ്പോൾ അത് ഹൈലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിന് ഡീപ്പായിട്ടുള്ള പ്രോസസ്സിൽ തന്നെ പോയിട്ട് ആളെ മാറ്റേണ്ടി വരും, ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. ഇതിപ്പം ഒരു ചൈൽഡ്‌ഹുഡ് ട്രോമ ഓവർകം ചെയ്യാനായിട്ട് ഉം. ലിബിൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്തായിരിക്കും? അല്ലെങ്കിൽ ലിബിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരാൾ വന്നിട്ടുണ്ടെങ്കില്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അത് പലർക്കും പല പോലെയാ. ചിലരിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ഭയങ്കര ഡീപ്പ് ലെവലിൽ ടോക്കിൽ പോയി മനസ്സിലാക്കിയിട്ട് അത് റിയലൈസ് ചെയ്തിട്ട് ഇനി മാറ്റാമെന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഉം. ചില ആൾക്കാർക്ക് ഇത് നടക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിച്ചിത്രത്താഴിലെ ഗംഗയ്ക്ക് അയാളെ കൊന്നേ പറ്റൂ. ആ. അതേപോലത്തെ ഒരു ട്രോമയാണ് ആ സ്ത്രീയിൽ വലിയ എടുക്കുന്നത്. ഞാൻ ഉം. പ്രേതം എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് കൊന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസനക്രിയയൊക്കെ ചെയ്ത് അവർ ഡീപ്പ് ലെവലിൽ പോയിട്ട് സബ് കോൺഷ്യസിന് ഈ സംഭവം പോപ്പപ്പ് ചെയ്ത് വന്നിട്ട് ഉം. എക്സാക്ട്ലി എങ്ങനെയാണോ ആ സംഭവം അവർക്ക് ജീവിതത്തിൽ നടന്നത് അതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചിലപ്പോൾ അത് റിലീസ് ആവാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണി അല്ലെങ്കിൽ ഒരു മുള്ള് ശരീരത്തിൽ കയറിയിരിക്കുമ്പോൾ അതിനെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേദന ചിലപ്പോൾ അനുഭവിച്ചു എന്ന് വരാം. അവർ ചിലപ്പോൾ കരയാം, ചിലപ്പോൾ സ്ക്രീം ചെയ്തു എന്ന് വരാം. ഹാപ്പൻസ്. അതെനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാവും എന്നുള്ളത്. അത് ആ ഉം. വ്യക്തിനനുസരിച്ച് അങ്ങനെ സംഭവിക്കുന്നതല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ സംഭവം? അത് നമ്മൾ ഈ പറഞ്ഞതായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഉം. ഒരു സംഭവം. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. ചെറുപ്പത്തിലെ അങ്ങനെ അനുഭവിച്ച് അങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്ന പോലത്തെ. ഇപ്പോൾ ചിലൊരു വ്യക്തിനെ പറയാം. ഒരു അഭിപ്രായങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് സിനിമയ്ക്കോ ഏത് സിനിമ കാണുന്ന ആൾക്കില്ല. ഉം. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. നിങ്ങൾ പറയുന്ന ഭക്ഷണം ഞാൻ കഴിക്കാം. കാരണം ആ കുട്ടിയോട് ചിലപ്പോൾ ആരും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിപ്രായത്തിന് ഒരു വാല്യൂം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇന്നർ ചൈൽഡ് ആ കുട്ടിയിൽ ഇപ്പോൾ ആക്റ്റീവ് ആണ്. അപ്പൊ അതാണ് ഇന്നർ ചൈൽഡ്. ആ ഇന്നർ ചൈൽഡിനെ, ഉള്ളിലത്തെ ആ മനസ്സിന്റെ ഭാഗത്തിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട തരത്തിലുള്ള ഒരു ഹീലിംഗ് ഇന്നർ ചൈൽഡ് എന്ന് പറയാം. അത് ഉം. അത് ഈ പറഞ്ഞ പോലെ ഏഹ്,
കൗൺസിലിങ്ങോടെയോ പല രീതിയിൽ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷനിലൂടെ ഒക്കെ ചെയ്യാം. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണർ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെയുണ്ടോ? എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? നമ്മളാണല്ലോ നമ്മുടെ പാർട്ട്ണറെ കണ്ടുപിടിക്കേണ്ടത്. ആ. ഈ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഈസ് എ പ്രോബ്ലം. ലൈക്ക് ഇറ്റ്സ് എ കോൺട്രാക്ട്. ഉം. ഒരു കോൺട്രാക്റ്റ് ആണത്. അപ്പോൾ അതിൽ ഡീലുകൾ വെക്കുമ്പോൾ ഇതൊരു പാക്കേജ് ആയിട്ടാണ് വരിക. അതിലെ സ്നേഹവും സന്തോഷവും കെയറിങ്ങും വരുന്നതിനൊപ്പം അതിൻ്റെ കൂടെ പൊസസീവ്നെസ്സും കൺട്രോളിങ്ങും മറ്റൊരാളുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ വരും. ഉം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് കുറച്ച് മൊമെന്റ്സോ ഒരു ജീവിതത്തിൻ്റെ ഒരു യാത്രയോ ഭംഗിയാക്കുമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അയാൾ തന്നെ ബാക്കി ഫുള്ള് സോൾമേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവണമെന്ന് തോന്നുന്നു. അത് എൻ്റെ മാത്രം അഭിപ്രായം. അത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഉം. ലൈഫിന്റെ പല ഘട്ടങ്ങളിൽ പലരും വന്ന് ചിലപ്പോൾ ഓരോ പാഠങ്ങളോ അനുഭവങ്ങളോ തന്നു പോവാം. ഒരു കാലഘട്ടത്തിൽ തരേണ്ടതാണ്. സോൾമേറ്റ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ പഠിച്ച ഇതിലങ്ങനെ ഇല്ല. ഇത് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈൽ ഇതാണ് ഉം. വരുന്നതെന്ന് തോന്നുന്നു. അറിയില്ല എനിക്ക് അതിനെ കുറിച്ച്. അതാ പറയാം. ആ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പം ബ്രേക്കപ്പുകൾ നമ്മൾ കുറേ കാണാറുണ്ട്. ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് എനിക്ക് ആളില്ലാതെ പറ്റില്ല, എനിക്ക് ആള് തന്നെ എൻ്റെ കൂടെ വേണം, എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ അധികം പെൺകുട്ടികളുണ്ട്. അതേപോലെ തന്നെ ചില പെൺകുട്ടികൾ ബ്രേക്കപ്പിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ളവരുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ രണ്ടൊരു സിറ്റുവേഷന്റെ ഒരു കാരണം? ചിലവർക്ക് തോന്നുന്നു, ഓ എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആളില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്നു. ചിലവർക്ക് തോന്നുന്നു, ചിലവര് മൂവ് ഓൺ ചെയ്ത് ഭയങ്കരമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ലൈഫിൽ നിന്ന് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഒരു മാജിക്? അത് ഈ പറഞ്ഞ പോലെ ചിലവർക്ക് അത് സെൽഫ് വിക്ടിമൈസ് ചെയ്യാണ്. അതായത് പ്രശ്നം അയ്യോ ഞാനിങ്ങനെ അനുഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അതിനെ വേദന ആസ്വദിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടെന്ന് പറയും നമ്മൾ. ഈ പറഞ്ഞ സാഡ് സോങ്സ് കേട്ടും ആ. കവിത കേട്ടും അപ്പോൾ അവരങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കിത് ശരീരത്തിനും മനസ്സിനും താങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരാൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്താൽ ഇതിലും പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി ഇല്ല. കാരണം അത്രയും വേദനയാണ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ. ആ മനുഷ്യൻ്റെ വേദനനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി വെരി സക്സസ്ഫുൾ. അപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയാമല്ലോ. ഞാൻ ഈ ലവ് ഫെയിലിയർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിനെ കാണാൻ പോണേ. ഉം. സൈക്കോളജിസ്റ്റാണ് എനിക്ക് മെഡിറ്റേഷൻ തരുന്നത്, അല്ലാണ്ട് ഒരു ഗുരുവോ ഒരു ആളെന്നല്ല തരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ മെൻ്റൽ ഹെൽത്ത് ഇതിൻ്റെ അന്നും ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ബ്രേക്ക്. ആളാണ് നമ്മളെ കണക്ട് ചെയ്ത് വിട്ടത് ഇതിനെ മാറ്റിയെടുക്കാമെന്നുള്ളത്. അപ്പൊ ഞാൻ അന്ന് നമ്മുടെ പ്രോബ്ലത്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് കണ്ടറിഞ്ഞിട്ടുള്ളത് മദ്യമൊക്കെ ആയിരുന്നു. ഒരു 2 എണ്ണം കഴിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ മാറുന്നു, നമ്മൾ അതിനെ ആസ്വദിക്കുന്നു. ആ രീതിയിലാണ് പോയത്. പിന്നെ സൈക്കോളജിസ്റ്റ് ആണ് നമ്മളതിലേക്ക് മാറ്റി വിട്ടത്. നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പം ഇനി ലൈഫ് ഇല്ലാന്ന് തോന്നുന്നിടത്തുനിന്ന് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എനർജി കിട്ടുന്നു, അല്ലേ? ആ ഒരറ്റം മുട്ടണം. അതിനെ പറയാ ആം, എന്താ പറയാ, അടി തട്ടി പൊന്തുമ്പോൾ ഉള്ളൊരു ഉയർച്ച ഭയങ്കരമായിരിക്കും എന്ന് പറയും. ബോട്ടം ഹിറ്റ് എന്ന് പറയും. അത് സംടൈംസ് ലൈഫിൽ സംഭവിച്ചിരിക്കണം. അതൊരു മരുന്നാ. ഇത് പറഞ്ഞപ്പോഴാണ് ഉം. സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ? എല്ലാ നെഗറ്റീവ്സും എല്ലാതും എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് തോന്നുന്ന ആളുകളുണ്ട്. ഉം. എന്താണ് ഈ ഒരു തോട്ടിന്റെ കുഴപ്പം? ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഈ തോട്ടിനെ ഒരു നെഗറ്റീവ് തോട്ടിനെ തോട്ട്സ് കൊണ്ട് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ തോട്ട്സ് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ അത് എഫേർട്ട് ആവും. അത് വേറെ സ്ട്രെസ് ആവും. അപ്പം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോഴാണ് ഈ എനർജി ലെവലിൽ അപ്രോച്ച് ചെയ്യണത്. ഒരാളുടെ എനർജി ലോ ആയിരിക്കുമ്പോഴാണ് ആളുടെ നെഗറ്റീവ് ആയിരിക്കുന്ന തോട്ട്സ്. കാലത്ത് എൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഹയ്യ, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഹയ്യ. ബോഡിയിലത്തെ എനർജി മാറുമ്പോൾ നമ്മുടെ തോട്ട് പോസിറ്റീവ് ആവാനും ക്ലിയർ ആവാനും പറ്റും. തോട്ടിൻ്റെ പാറ്റേൺ മാറാൻ തുടങ്ങും. അതൊരു ഒരു 55,000 തോട്ട്സ് ഒക്കെയാണ് ഒരു ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൺട്രോളല്ല. നമ്മൾ വിചാരിക്കുക നമ്മളാ ചിന്തിക്കുന്നത്. ഇത് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീല് വരുന്ന പോലെ ഓട്ടോ പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ എനർജിയിൽ ഷിഫ്റ്റ് വരുത്തണം. അപ്പോഴാണ് കോൺഷ്യസ്നെസ്സിൽ മാറ്റം വരിക. മെറ്റാബോളിക് ഫയർ കൂടുമ്പോൾ എനർജിയിൽ മൊത്തത്തിൽ മാറ്റം വരില്ല. അതേപോലെ തന്നെ ഈ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റുന്നതിനല്ലേ ശരിക്കും നമ്മൾ ഹീലിംഗ് എന്ന് പറയണത്? ഇൻ എ വേ അങ്ങനെ പറയാം. ഉം. തോട്ട് മാറും തന്നെ. പക്ഷെ തോട്ടിനെ നമ്മൾ തൊടണില്ല. മനസ്സിനെ പിടിക്കാൻ പോയാൽ മനസ്സ് വളഞ്ഞ് തിരിഞ്ഞ് നമ്മളെ തന്നെ ലോക്ക് ചെയ്യും. ഉം.
മനസ്സിനെ പിടിക്കുന്നതിന് പകരം ഒരു സാക്ഷിഭാവം കൊടുക്കാണ്. തോട്ടായിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. ബട്ട് ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ്. ഒരു വാച്ചറായിട്ട് നിൽക്കാണ്. ആ വാച്ചറായിട്ട് നിൽക്കാൻ നമ്മുടെ ബോഡിയിലത്തെ എനർജി ഹൈ ആയിരിക്കണം. നമ്മുടെ എനർജി ബ്ലോക്ക്ഡ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ പ്രാക്ടീസസും എക്സർസൈസും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെക്കുമ്പോൾ ഒരു കറി തട്ടിപ്പോയത് കണ്ടു. അപ്പോൾ അപ്പോഴേക്കും ദേഷ്യം വരാൻ പറ്റി. എന്താ കാണിക്കുന്നത്, ഇത്ര പണിയെടുത്ത് അത് ഇത് ഇത് ന്ന്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് 4:30ക്ക് എനിക്കുണ്ടാണ് അമ്മമ്മ വയ്യാണ്ട് എടുക്കാണ്. ആളുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആൾക്ക് എവിടെയെങ്കിലും ഇറങ്ങിപ്പോരാനൊരു കാരണം കിട്ടണം അവിടെ. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ നോക്കി നിന്നിട്ട് പതുക്കെ പോയിട്ട് അമ്മേനെ തോളത്ത് തട്ടിയിട്ട് പറയണം, അമ്മേരെ കൈ തട്ടിയിട്ട് ഇത് പോയത് എൻ്റെ കൈയല്ല, സാരില്ല. അപ്പോൾ ആളും കാമായി. ആ റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് പറ്റണത് ഈ ഒരു മാറ്റം വന്നോണ്ടാ. മുമ്പ് വെച്ചാൽ ഞാനാണ് ബഹളം ഉണ്ടാക്കുക. എൻ്റെ ശബ്ദമായിരിക്കും അതിലൊക്കെ ചിലപ്പോൾ കേൾക്കുക. എക്സാമ്പിൾ രീതിയിൽ പറയാന്നുള്ളത്. നമ്മുടെ എനർജിയിൽ മാറ്റുമ്പോൾ നമ്മുടെ റെസ്പോൺസും തോട്ട്സും നാച്ചുറലി മാറും. ഒരു ഹീലിംഗ് പ്രോസസ്സില് എന്തൊക്കെയായിരിക്കും ലിബിൻ സജസ്റ്റ് ചെയ്യുക? അല്ലെങ്കില് ഇന്നയാൾക്ക് യോഗ ചെയ്യണം, അല്ലെങ്കില് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ആ സ്റ്റെപ്സ് എങ്ങനെയാണ്? അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിലത്തെ എനർജി ഫ്ലോ ഈസി ആയിരിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ സ്റ്റക്ക് ആണെങ്കിൽ എനർജി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബോഡിയിലത്തെ എനർജി ഫ്ലോ ബെറ്റർ ആക്കാനായിട്ട് ആസനാസ് ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് നീന്താൻ പോവുകയെ സൂര്യ നമസ്കാരം ചെയ്യുകയെ ജിം വർക്കൗട്ട് ആകുമ്പോൾ കുറച്ചും കൂടി മസിൽസിൽ ടെൻഷൻ കൂട്ടും. ഇത് ടെൻഷൻസിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്തിൽ പറയാന്ന് വെച്ചാൽ അന്നമയ കോശം എന്ന് പറയും ഫിസിക്കൽ ബോഡീനെ. ഫിസിക്കൽ ബോഡിയിലുള്ള എനർജി ഫ്ലോനെ ഈസി ആക്കുമ്പോൾ പിന്നെ മെന്റൽ ബോഡി, എനർജറ്റിക് ബോഡി, 5 തരം ബോഡിയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഓരോന്നിലേക്കും ശുദ്ധീകരണത്തിലേക്ക് പോവും. അത് ആസനാസ് ആവാം, ബ്രെത്ത് വർക്ക് ആവാം, മെഡിറ്റേഷൻ ആവാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓൾ എ ടൂൾ. ഇപ്പോൾ മന്ത്രമാണെങ്കിൽ മന്ത്രം ഒരു ടൂളാണ്. കാരണം വേറെ ചിന്ത വരില്ല. 100 ചിന്ത വരുന്നിടത്ത് ഒറ്റൊരു തോട്ടായി മാറും. ഉം. അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഈ തോട്ട്സ് എന്ന് പറഞ്ഞപ്പോഴാണ് റിഗ്രറ്റ് അല്ലേ? പണ്ട് പാസ്റ്റിൽ ചെയ്തു പോയൊരു കാര്യത്തെ ആലോചിച്ച് ഇപ്പോഴും ആള് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്റ്റക്കായി നിൽക്കുകയാണ്. അത് തന്നെ ആലോചിച്ചാണ് ഡെയിലി ലൈഫ് പോണത്. ആൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഒരു സജഷൻ എന്തായിരിക്കും? ഇതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞല്ലോ പണ്ട് കഴിഞ്ഞു പോയ കാര്യം ഇപ്പം മാത്രം നമുക്കുള്ളൂ. ഉം. നമ്മൾ പഴയതിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ ഈ മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഈ മൊമെന്റിൽ അതില്ല എന്നും നമുക്ക് പറ്റിപ്പോയതിനെ നമ്മൾ തന്നെ ഫോർഗീവ് ചെയ്യാന്നുള്ളൊരു സജഷൻ കൊടുക്കാം നമുക്ക് മൈൻഡിന്. ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മളെല്ലാവരും ഇതേപോലത്തെ ഗിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആരാണ് ഇപ്പോൾ പായല് മൂത്രമൊഴിക്കാത്തത്? അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഗിൽറ്റ് തോന്നുന്നില്ല അത് ആലോചിച്ചിട്ട്. കാരണം നമ്മളതിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇറ്റ്സ് എ നോം. അപ്പോൾ അതേപോലെ നമുക്ക് പറ്റിയ തെറ്റുകൾ അതൊരു നോർമായിട്ട് അന്നത്തെ ഞാൻ ചെയ്തു പോയതാണ്. ഇന്ന് ക്ലിയർ ആണെന്നുള്ള പറയാം. ഒരു പരിധി വരെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഡീപ്പായിട്ടുള്ള പ്രാക്ടീസസിൽ പോകുമ്പോൾ അതങ്ങോട്ട് പൊക്കോളും. ഇപ്പോൾ ഞാനൊരു സ്പിരിച്വൽ ഹീലിംഗ് നടത്തുന്നതും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് സെഷൻ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൈക്കോളജിസ്റ്റ് ഇത് പ്രശ്നം കേട്ട് അതിന് സജഷൻസ് കൊടുക്കുന്ന ആളാണ്. അത് നമുക്കും കേട്ടിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളടുത്ത് സൈക്കോളജിസ്റ്റുമാർ വരുന്നെങ്കിൽ ഇവരിത് കേട്ടിട്ട് ഇവർക്ക് ഇതിനെങ്ങനെ പുറത്തേക്ക് തള്ളാൻ പറ്റും. കാരണം മനസ്സിലൂടെ ഇൻസ്ട്രക്ഷൻ പറയുന്നതിലുപരി ഇതിനെങ്ങനെ പുറത്ത് കിടക്കുന്ന അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജറ്റിക് ലെവലുള്ള അപ്രോച്ച് സൈക്കോളജിയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സൈക്കാട്രിയിൽ പോകുമ്പോൾ മരുന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. എന്നാലും അറിയുന്നത് പറയണം. അപ്പോൾ സൈക്കോളജി സെഷനിൽ നടക്കണില്ല എന്ന് കണ്ട ചില ട്രോമകൾ ഇതിൽ നടക്കാൻ വഴിയുണ്ട്. പക്ഷെ ഇതിനെ ഒരു സ്പിരിച്വൽ ഹീലിംഗ് എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ശ്വാസം എടുത്ത് വിടുമ്പോൾ ശ്വസനക്രിയകൾ ചെയ്യുമ്പോൾ ബോഡിയിൽ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ സെല്ലുകളിലേക്ക് ഹൈജാക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ സെല്ലുകളിൽ സ്ട്രെസ് സേവ്ഡ് ആണെങ്കിൽ ഈ ഓക്സിജൻ്റെ ഹൈജാക്കിങ് വരുമ്പോൾ ഇത് പുറത്തേക്ക് റിലീസാണ് ചെയ്യുന്നത്. ഇതാണ് നോർമലി നടക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ കുറേ സ്ട്രെസ്സുകൾ റിലീസ് ആവാം. ചിലപ്പോൾ സബ് കോൺഷ്യസിലെ പുതിയ ചില അടഞ്ഞു കിടക്കണ ചില ഓർമ്മകൾ വന്നു പോവാം, വിഷമങ്ങൾ വന്നു പോവാം, ദേഷ്യങ്ങൾ വന്നു പോവാം. ഇറ്റ് ഈസ് ദ ബേസിക് തിങ്. നമ്മളൊരു ബ്രെത്ത് വർക്കും ഒരു മൂവ്മെൻറ്റ്സും ഒക്കെയാണ് ഒരാളെ പ്രിപ്പയർ ആക്കുന്നതിന് വേണ്ടി. സൈക്കോളജിയിൽ ലിസണിങ്ങും ഇൻസ്ട്രക്ഷൻസും സജഷൻസും കൊടുക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ശരീരവും മനസ്സും തമ്മിലൊരു ബന്ധം ഇല്ലേ? എന്താണ് ആ ഒരു കണക്ഷൻ? അതെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ഒരു കൺട്രോള് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്? ഇത് എല്ലാം ബോഡിയും മൈൻഡും ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആണല്ലോ.
അപ്പോൾ ഇതിൻ്റെ റിതം നഷ്ടപ്പെടലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിതം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇതിന് മൂവ്മെൻറ്റ്സ് കറക്റ്റ് വേണം എന്നുള്ളതാണ്. ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ബോഡിയിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ക്ലാരിറ്റി വരുമ്പോൾ മൈൻഡ് ക്ലിയർ ആവും. ഉറക്കത്തിൽ നിന്ന് എനിട്ടിരിക്കുമ്പോഴുള്ള നമ്മുടെ ഫോഗി ബ്രെയിൻ ആയിരിക്കില്ല നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ നല്ല ക്ലിയറും ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ട പ്രാക്ടീസസ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ശരീരത്തിന് വേണ്ടി കുളിക്കുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ മൈൻഡിന് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ഇതിലേക്ക് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ പ്രശ്നങ്ങളും. ഇതൊന്നും പോരാണ്ട് നാട്ടിലെയും സോഷ്യൽ മീഡിയയിലെയും പ്രശ്നങ്ങൾ വരെ നമ്മുടെ ഉള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെന്ത് ചെയ്യുന്നു നമ്മൾ എന്നുള്ളതില്ല. മൈൻഡിലാണ് ഏറ്റവും കൂടുതൽ ഡംപ് ചെയ്യപ്പെടുന്നത് ഈ പ്രശ്നങ്ങൾ. അപ്പോഴാണ് ബോഡിയിലെ അവയർനെസ് പോകുന്നത്. ബോഡി ഈസ് ഓൾവേസ് ദെയർ. പക്ഷെ നമ്മളിതിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത മൈൻഡ് ഫോഗ് ആയി പോകുന്നുണ്ടാ. നമ്മുടെ ഫോണിൽ ഒരു 50 സിനിമ കയറ്റിയാൽ ഇത് ഹാങ് ആവുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കയറുമ്പോൾ മൈൻഡും ഫോഗി ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെ ക്ലെൻസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ബ്രത്ത് വർക്കോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ എന്തെങ്കിലും ഒരു മോർണിംഗ് സൈക്ലിങ്ങോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഈ റിതം കിട്ടും ബോഡിയും മൈൻഡും. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവാൻ പറ്റും. ഒരാളടുത്ത് വന്ന് നിൽക്കുമ്പോൾ പോലും നമുക്ക് അവരുടെ പ്രസൻസ് പോലും ശരിക്കും അറിയാൻ പറ്റുന്ന, ഒരു കാറ്റ് പോലും അറിയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നൗ എന്നുള്ളൊരു മൊമെൻറ്റിൻ്റെ ക്വാളിറ്റി കൂടണം. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ട്. ഇപ്പം ഇതേപോലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ് എനിക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ ഉള്ളിൽ നിറയെ ട്രോമകളുണ്ട്. എനിക്കത് ആരോടും പറയാൻ പറ്റില്ല, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി വരികയാണ് ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ആദ്യം എന്തായിരിക്കും ചെയ്യുക? അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ? ആദ്യം ആളോട് സംസാരിക്കുക, അങ്ങനെ എങ്ങനെയാണ് ഒരു പ്രോസസ്സ്? പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവരെന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളതെന്ന് കേൾക്കുക എന്നുള്ളതാണ്. അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും പ്രാക്ടീസിൽ കൂടെ ഇതിനൊക്കെ ഒരു ടൂളായിട്ട് എടുക്കാം. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രാക്ടീസിൽ കൂടെ കടത്തി വിടും. അതിൽ കടത്തി വിടുമ്പോൾ അവർ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വരും. അത് എന്ത് തരത്തിലുള്ള പ്രാക്ടീസ്? ശ്വസനക്രിയകളാണ് കൂടുതലും. പിന്നെ ബോഡി മൂവ് ചെയ്തിട്ടുള്ള ഉണ്ടാവാം ചിലപ്പോൾ, സൂര്യ നമസ്കാരം ഒക്കെ എനർജി ഫ്ലോ ബെറ്റർ ആക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ റിലാക്സ് ചെയ്യിപ്പിക്കും. റിലാക്സ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ആൽഫ വേവ്സിലാണെന്ന് പറയും. ആൽഫ വേവ്സിലാവുമ്പോൾ സബ് കോൺഷ്യസ് ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ പ്രോബ്ലംസ് വന്ന് പുറത്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ക്ലീനായി വരുമ്പോൾ ഈ ഹീലിങ്ങിനോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ വരുന്ന ആൾക്ക് തന്നെയാണ് ക്ലാരിറ്റി വരുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്. അത് കാണുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുക. അല്ലാണ്ട് നമുക്കൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ഇല്ല. ഇയാളെ എവിടെ കേപ്പബിലിറ്റി കാണിക്കുന്നു അപ്പോൾ അവൻ അടുത്ത ലെവലിലേക്ക് നമുക്ക് ഞാൻ പുഷ് ചെയ്യല്ല, അങ്ങനത്തെ ഒരു പുഷ് വരുന്ന അടുത്ത സ്റ്റേജ് വരും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്വപ്നങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, ചില യൂട്യൂബ് ചാനലുകൾ തംബ്നെയിലിൽ വെച്ചിട്ട് ഇങ്ങനെ പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഒരു ആനയെ സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും എന്താണ് ഈ സ്വപ്നം കാണുന്നത് എന്ന് പറയുന്നത്? അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പരിചിതമല്ലാത്ത വിഷ്വൽസ് നമ്മൾ സ്വപ്നങ്ങളിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ യൂറോപ്പിലെ ഒരു വീട്ടിലിരിക്കുന്നതോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഒരു തെരുവിൽ നടക്കുന്നതോ അധികം കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളിൽ സേവ് ആയിട്ടില്ല. നമ്മുടെ ഉള്ളിൽ സേവ് ആയിട്ടുള്ള പല വിഷ്വൽസിനെയും അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ട് മാറ്റം വന്നിട്ട് ഒരു റിഫ്ലക്ഷനായിട്ട് പുറത്തേക്ക് വരുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വയറിന് തീരെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടെങ്കിൽ തലയിലേക്ക് ബുദ്ധിമുട്ടുള്ള സ്വപ്നങ്ങൾ വരും. അപ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വിഷ്വലായിരിക്കും കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷ്വൽ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ. അല്ലാണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് പോകേണ്ട കാര്യങ്ങൾ വരുന്നില്ല. കാരണം 95% ഓഫ് സ്വപ്നങ്ങളും എന്തൊക്കെയോ നടന്നു പോയ ഓർമ്മകളുടെ അൺകോൺഷ്യസായി സേവ് ആയപ്പോഴുള്ള സാധനങ്ങളെയും പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഓടിയിട്ട് ബസ് കിട്ടാത്ത പോലെ പിടിക്കാൻ വന്നിട്ട് നമ്മളെ പിടിക്കാൻ തൊട്ടടുത്ത് എത്തണ പോലെ ഓടിയിട്ട് നീങ്ങാത്ത പോലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. നമ്മളെ വീഡിയോ ഇതിങ്ങനെ പേടിച്ച് ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ചില സ്വപ്നങ്ങൾ ഉണ്ടാവാം, വളരെ റയറായിട്ട് നമുക്കൊരു മെസ്സേജ് തരുന്ന പോലെ സ്വപ്നങ്ങൾ ഉണ്ടാവാം. എനിക്കൊക്കെ ഞാൻ ആദ്യം ഇൻട്രസ്റ്റ് ആയിട്ട് സൈക്കോളജിയിലാണ്. സൈക്കോളജിക്കൽ ബുക്കുകളാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ള യൂറോപ്പിലൊരു ലേഡി സ്ഥിരമായിട്ടൊരു സ്വപ്നം കാണുന്നു, ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകണു, ഗുഹ അടയുന്നു, തിരിഞ്ഞോടാൻ നോക്കുമ്പോൾ അവിടെയും ഗുഹ അടയണം, പിന്നെ ആ സഫോക്കേഷനാണ് അതിൽ നിന്ന് ചാടി എനിക്ക് ഹിസ്റ്ററി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ലൈക്ക് മന്തിൽ ഒരു പ്രാവശ്യം, മന്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതായത് ആ സ്ത്രീനെ ചികിത്സിച്ച് ഡോക്ടർ പാവലോവ് എന്നങ്ങാണ്ടാണ് പേരും തോന്നുന്നു. അങ്ങനെ ഇയാളെ ഡീപ്പായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ കൂടെ പോയിട്ട് ചോദിച്ചിട്ടും ഒരു ലൈഫ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ സ്വപ്നത്തിന്. ലാസ്റ്റ് ഫിസിക്കൽ ചെക്കപ്പ് എടുത്തപ്പോൾ വാൽവ് ബ്ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേഷനെ കാണിക്കുന്നു. ബ്ലോക്ക് വരുമ്പോൾ ഉള്ള
ഒരു ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് സ്വപ്നമായിട്ട് കാണിക്കുകയാണെന്നാണ് അതിൻ്റെ ഒരു നിഗമനമായിട്ട് പറഞ്ഞത്. അങ്ങനെ വളരെ റയറായിട്ട് വരാം. പക്ഷെ നോർമലി ഓൾമോസ്റ്റ് ഓൾ സ്വപ്നങ്ങളും വെറുതെ ഓരോന്ന് വന്ന് പോകണ്ട. നമ്മുടെ ഉറക്കം ഡീപ്പല്ല എന്നാണ് അർത്ഥം. ആ, ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വീണ്ടും കണക്ട് ചെയ്യാൻ തോന്നിയത്. മാനിഫെസ്റ്റേഷൻ. ഇപ്പം ഞാൻ എന്ത് യൂണിവേഴ്സിനോട് ചോദിച്ചാലും യൂണിവേഴ്സ് എനിക്ക് കൊണ്ടുതരാം, അല്ലെങ്കിൽ ജേണൽ എഴുതാം. മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും കിട്ടും. ഇപ്പം ഈ ന്യൂ ഇയറിനൊക്കെ നമ്മൾ ഗ്രേപ്സ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്? മാനിഫെസ്റ്റേഷൻ ശരിക്കും ഉള്ളതാണോ? യെസ്, എൻ്റെ എക്സ്പീരിയൻസിലുള്ളതാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് കേരളത്തിലേക്ക് വന്നതെന്ന് തന്നെ പറയാം. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യാറില്ല എന്നുള്ളതും വേറൊരു കാര്യമാണ്. ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആകെ അറിയുണ്ടായിരുന്നു ഈ മെഡിറ്റേഷൻസ് ഒക്കെയാണ്. ഞാൻ അന്നൊരു ബുക്ക് വായിച്ചിരുന്നു, റോണ്ട ബെയറിൻ്റെ സീക്രട്ട് എന്ന് പറയും. അപ്പോൾ 2012 വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് വീണ്ടും ഇത് വായിച്ചു. കാരണം നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവിടെ ചൂടിലും വിയർപ്പിലും ഒക്കെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയും ലൈഫിനെ മാറ്റം എന്നുള്ളൊരു പുഷ് വരുമ്പോഴാണ് ഈ ബുക്ക് എടുത്ത് ആദ്യം ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും കാലത്ത് എൻ്റെ മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്, വിഷ്വൽ ചെയ്യുക, ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. എ ജോബ് വിച്ച് ഡസൻ ഫീൽ ലൈക്ക് എ ജോബ്, ജോലി പോലും ഇല്ലാത്തൊരു ജോലി, ഒരുപാട് ഫ്രീ ടൈം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ, പിന്നെ ഒരു കാറ്. അന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആഗ്രഹിച്ച് കിട്ടുന്ന, പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് റിച്ച്നെസ് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ റിച്ച് ഒന്നല്ലായിരുന്നു. ഇത് അതിൻ്റെ ഇടയിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ബട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാതിരിക്കൊന്നുമില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ത് സിറ്റുവേഷൻ ആയാലും അതിൽ ബെസ്റ്റ് സംഭവിക്കട്ടെ, എനിക്ക് ഇന്നത് വേണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഞാൻ ചെയ്യാറില്ല. ഇപ്പം എനിക്കൊരു കാര്യം വേണം, എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം രാവിലെ എഴുന്നേറ്റ് ജേണൽ എഴുതാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് നേരവും അതിനു വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഏത് നേരം ആലോചിക്കുന്ന ആ ഒരു ഇതിന് പവർ കുറവായിരിക്കും. നമ്മൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് മൈൻഡിൽ വേറെ തോട്ട്സ് ഒന്നും ഇല്ലാണ്ട് ഇത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പവർഫുള്ളായിട്ട് അതിനെ ഹിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ഇങ്ങനെ ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ പല ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ കഴിഞ്ഞ പോലെ കാലത്ത് എൻ്റെ അപ്പനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് അതാ, ഫുൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ, 1111, അതുപോലെ 555, അങ്ങനത്തെ നമ്പേഴ്സിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? കാണുമ്പോൾ ഒരു സുഖം ഉണ്ടെങ്കിൽ റെഡി എന്ന് പറയാൻ. അല്ലാണ്ട് ഇപ്പോൾ ഈ ടൈം ഇല്ലാത്തതിന് മുമ്പും മനുഷ്യന് ഇവിടെ ഈ ക്ലോക്ക് ഇല്ലാത്തതിന് മുമ്പും കാര്യം നടന്നു പോയിട്ടൊക്കെ ഉണ്ട്. കാണുമ്പോൾ ആൾക്കാർ ഞാൻ കണക്റ്റഡ് ആണ് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കണ്ടല്ലോ, ദാറ്റ്സ് ഗുഡ്. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ബെറ്റർ ആവോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ വിഷൻ ബോർഡ് അതിന്റെ ഒരു കൂട്ടത്തിൽ വരുന്ന ഒരു സംഭവമാണ് അല്ലേ? ഇപ്പം 2026 ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഞാനത് അച്ചീവ് ചെയ്യുന്നു മനസ്സിൽ വിചാരിക്കുന്നു. ചില ആളുകൾ അത് അച്ചീവ് ചെയ്യുന്നു, ചിലർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ചീവ് ചെയ്തവർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം മറ്റുള്ളവർക്ക് തോന്നുന്നതാണ്, കമ്പാരിസൺ ഭയങ്കരമായിട്ട് നടത്തുന്ന ഒരു ന്യൂജൻ പിള്ളേരാണോ ഇപ്പോൾ ഉള്ളത്? അല്ലാതെ അവരോട് ചോദിക്കേണ്ടി വരും. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇന്റലിജന്റ്, അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, ഭയങ്കര ഇമോഷനല്ല. അപ്പോൾ ഇപ്പോൾ ഒരാളോട് വന്നിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ വിഷൻ ബോർഡ് എന്തുണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷൻ ബോർഡ് കണ്ടിട്ട് നമ്മൾ അതിലൊന്നും ഒരു മാർക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലല്ല അത് കൂടുതൽ ആക്റ്റീവ് ആവണം. എനിക്ക് ഐ ഹാവ് ടു ഡു ഇറ്റ്, നമ്മുടെ ഉള്ളിലാണ് അത് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇത് പ്രൊജക്ഷൻ ആണെന്നും എന്തൊക്കെ പുറത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലത്തെ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ്, നമ്മുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള എനർജീനെ കൂടുതൽ ഫ്ലോ ചെയ്യിപ്പിക്കാനെന്നുള്ള ബോധ്യത്തോട് എന്തും ചെയ്യാം. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണ്ടോ ഒന്നും എനിക്കറിയില്ല. പലർക്കും എനിക്കത് ചെയ്യാൻ തോന്നാറില്ല. കാരണം എനിക്ക് എന്താണോ സംഭവിക്കേണ്ടത് അത് ഭംഗിയായിട്ട് സംഭവിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെയൊക്കെ ഞാനൊക്കെ ട്രാവൽ ചെയ്യാം. വളരെ ചെറിയ കാശൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഉറപ്പാണ് എവിടുന്നെങ്കിലും ഹെൽപ്പ് വരും, അത് വന്നിരിക്കും. അടുത്തത് ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തതാ. അതായത് കേരളത്തിലുള്ള ആളുകൾ ഗൂഗിളിനോട് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പം ഫസ്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻ, ഹൗ ടു മാനേജ് സ്ട്രെസ് അറ്റ് ഹോം. വീട്ടിലിരുന്ന് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം ഓർ വർക്ക്. സ്ട്രെസ് മാക്സിമം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. സ്ട്രെസ്സിനെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാണ്. ഒരു ഇമോഷൻ വന്നു അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ സപ്രസ് ചെയ്യുമ്പോൾ അത് പവർഫുൾ ആവും. അത് തുമ്മലായാലും ദേഷ്യമായാലും ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുമ്പോൾ അത് ഡബിൾ സ്ട്രോങ്ങിൽ വന്നിട്ട് അടിക്കുന്ന പറയാം. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് റിലീസ് ആക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ മിക്കതും നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ നെഞ്ഞത്തായിരിക്കും റിലീസ് ചെയ്യുക. അമ്മ മക്കള്, പാർട്ട്നേഴ്സ്. കാരണം അവരുടെ കംഫർട്ട് സോൺ, അവർക്കറിയാം ഇവിടെ നമുക്ക് ബഹളം ഉണ്ടാക്കാന്നുള്ളത്. അവർ ബഹളം ഉണ്ടാക്കുന്നത് ആ വിഷയത്തിനാവില്ല.
ചിലപ്പോൾ ആ ചായ തട്ടിപ്പോയാനോ ഒന്നിനാവില്ല. ആ ഉള്ളിൽ കിടക്കുന്ന വോൾക്കാനോ പോലുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള എനർജീനെ എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പൊട്ടിത്തെറിച്ച് പോവുക. അപ്പം അതുകൊണ്ടാണ് ഈ ദേഷ്യത്തിൽ കൂടെ അത് ഭയങ്കരമായിട്ട് നടക്കും. അത് കഴിഞ്ഞൊരു ആശ്വാസം. അപ്പം അതിന് പകരം അതിനെ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കണം. അതൊരു പ്രാക്ടീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ പോണതാവാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണതാവാം, വാട്ടെവർ. ഐ ആം നോട്ട് ജസ്റ്റ് സെയിങ് യോഗയോ പ്രാണായാമോ തന്നെ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. ഇത്തിരി കൂടി ഡീപ്പായിട്ട് എടുക്കണമെങ്കിൽ അത് ചെയ്യാമെന്ന് മാത്രം. പ്ലസ് എന്ന് പറയുന്നതിൽ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇറ്റ് ഷുഡ് ബി റിലീസ്. അപ്പൊ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇന്ന മെത്തേഡ് എന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. ഒരു അത് ഡ്രോയിങ് ചെയ്യാം, ഒരു ഡാൻസ് കളിക്കാം അങ്ങനെ. വ്യക്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് ഞാൻ പ്രാണായാമം ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തിരി നേരം അവനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ചിലർ ഭയങ്കര ഭക്തരായിട്ട് വരുന്ന ആളെ കൊണ്ട് ഞാൻ നേരെ ഇതൊന്നും വേണ്ട പ്രാണായാമം ചെയ്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാലും നല്ലത്. നിങ്ങൾ ആ കൃഷ്ണനെ വിചാരിച്ച് അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഒരു ആശ്വാസം കൊടുക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് എന്താണോ ഇപ്പോൾ ഹീൽ ചെയ്യാൻ ഒരു ടൂളായിട്ട് കിട്ടുന്നത് അതൊക്കെ യൂസ് ചെയ്യാം. ഭാവം പ്യൂരിറ്റിയും ഉണ്ടെങ്കിൽ എന്തും യൂസ് ചെയ്യാം. ഇപ്പൊ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞു. ഉം. അപ്പം ഈ സ്ട്രെസ് വരുന്ന സമയത്ത് ദേഷ്യം ഭയങ്കരമായിട്ട് ആളുകൾ കാണിക്കുന്നു പറഞ്ഞു. അപ്പം ചില ആളുകൾക്ക് ഈ ദേഷ്യം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ഉം. എങ്ങനെ നമുക്ക് ഈ ദേഷ്യത്തിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം? ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യാന്ന് പറയാറില്ലേ? അതേപോലെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? അതായത് ബ്രീത്ത് തന്നെയാണ് എപ്പോഴും ഈസി ആയിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഹെൽത്തി ആയിരിക്കുമ്പോൾ, ഹാപ്പി ആയിരിക്കുമ്പോൾ, ഹെൽത്തി ആയിരിക്കുമ്പോൾ ഒരു മിനിറ്റിൽ 15 16 ബ്രീത്താണ് കയറി ഇറങ്ങുന്നത്. ഇയാൾ ദേഷ്യപ്പെടുമ്പോൾ അത് 20 മുകളിൽ ഉറപ്പാണ്. അത്രയധികം എനർജി വേണം. നമ്മളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ തന്നെ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്. അപ്പോൾ അതിനെ ബ്രത്ത് നന്നായിട്ട് ലോങ് ആയിട്ട് എടുത്തു വിടുമ്പോൾ ആ പ്രതികരിക്കാണ്ട് ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആവും. ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ശ്വാസത്തിൽ കൂടെ അത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ അത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. 4 ഹോണടി ബാക്കിൽ നിന്ന് കൂടുതൽ വന്നാൽ ട്രിഗർ ആവുന്നതായിരുന്നു ഞാൻ. 2 പ്രാവശ്യം ശരിക്കും വണ്ടി നിർത്തി തർക്കവും റോഡ് റേജ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ട്രിഗർ ആയിരുന്നു. അപ്പോൾ അത് ആ ഹോണടി അല്ല പ്രശ്നം. എൻ്റെ ഉള്ളിലെ സ്ട്രെസ്സാണ്. അപ്പോൾ അതിനൊരു കാരണം നോക്കി കിടക്കാം, എവിടെയെങ്കിലും ദേഷ്യമായിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ഈ എനർജി മാറിയപ്പോൾ, ഈ വിങ്ങിപ്പൊട്ടുന്ന എനർജി ഇല്ലാതായപ്പോൾ പിന്നെ 4 ഹോൺ അടിക്കുമ്പോൾ തിരിച്ചൊക്കെ കാണിക്കും. ആ റെസ്പോൺസ് മാറി. ഉം ഉം. അതാ. ആ, ഈ ചില ആളുകൾ സ്ട്രെസ് വരുമ്പോൾ ഡിപ്രഷൻ വരുമ്പോൾ ദേഷ്യം കാണിക്കും. പക്ഷെ ഒരു ഒരു വികാരവും കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി സ്മൈൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. ഇപ്പൊ പുറമേ നിന്നുള്ള ആളുകൾക്ക് ആള് ഡെയിലി ലൈഫിൽ രാവിലെ ജോലിക്ക് പോകുന്നുണ്ടാവും, വീട്ടിൽ സംസാരിക്കുന്നുണ്ടാവും. അപ്പം ഈ സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്? അതൊരു കവറിങ് അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ. പീപ്പിൾ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവനവനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുമുള്ളതാണ്. അപ്പോൾ അവർക്ക് ഉള്ള പ്രശ്നത്തിനേലും കൂടും. കാരണം ഉം. ഇതിനൊരു ശ്രമമുണ്ട് അറിയാണ്ട്. അപ്പോൾ പ്രശ്നം കൂടുതൽ അക്യുമുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് അവർ തന്നെ റെഡി ആവണം ഹീൽ ചെയ്യാനായിട്ട്. ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്കിത് മാറണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പകുതി പ്രശ്നം അവിടെ മാറി. അവർ അംഗീകരിച്ച് കഴിഞ്ഞു. ചിലർ വന്നിട്ട് പറയും അവർ പ്രശ്നം, അപ്പം പിന്നെ പണി കൂടുതലാണ്. അവർ തന്നെ റെഡി ആവണം. അപ്പോൾ അവർക്ക് വേണ്ട പാതകളോ മെത്തേഡ്സോ അപ്പോൾ ഓപ്പൺ ആവും. അതെന്താന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് പറയുന്നത് ഭയങ്കര ഹൈപ്പർ ടെൻഷനാണ്, ഹൈപ്പർ ആക്റ്റീവാണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, സ്കൂളിൽ പോയാൽ തല്ല്, ബെഞ്ച് തട്ടിയിടൽ പ്രശ്നം, അമ്മയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ കൂടി വന്നിട്ട് പറയാം. അപ്പം ഞാൻ ഈ പയ്യനെ എന്ത് ചെയ്യിക്കാനാ, ഈ ചെറിയ പയ്യനെ പിടിച്ച് മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. അമ്മ പോയപ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇറക്കി, മരത്തുമ്മ കയറാൻ പറഞ്ഞു, ഗ്രൗണ്ടിലേക്ക് പോകാന്ന് പറഞ്ഞു, കളിച്ചു. പിന്നെ വിളിച്ചു പറഞ്ഞു നല്ല മാറ്റമുണ്ടെന്ന്. കാരണം ഇവൻ്റെ ഉള്ളിൽ അത്ര എനർജി നിൽക്കുക. ഇതിനെ പ്രോപ്പറായിട്ട് ഇവന് കളിച്ചോ ബഹളം ഉണ്ടാക്കിയോ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് കുട്ടികൾ കാലത്തൊട്ട് വൈകിട്ട് വരെ ഓടി കളിച്ചിരുന്ന, ഇന്ന് 8 മണിക്കൂർ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് ട്യൂഷനും ഹോംവർക്ക് ആകുമ്പോൾ അവരുടെ ഉള്ളിൽ തിങ്ങിമുട്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ട്രോമ എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് ഒരു ഡ്യൂറേഷൻ ഉണ്ട്? ഇപ്പം ഒരു സെഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ ഒരു 21 ദിവസത്തെ കോഴ്സ് അങ്ങനെ ഒരു സംഭവം പറയാനുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെയില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള പോസ്റ്ററൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആ. റിട്രീറ്റ് ഒക്കെ ആയിട്ട്. അത് ആ ഒരു പാത്തിലേക്ക് കയറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആവാം. പിന്നെ അവരവരെന്നെ ചെയ്യണം. എത്ര നാളെടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് ഓരോന്നും പോയി കഴിയുമ്പോൾ ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓരോന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില പേടികൾ, ചിലപ്പോൾ വിഷുവിന് പടക്കം പൊട്ടിയെന്നോ പേടിച്ചൊരു പേടി ഞാൻ പിന്നെ മെഡിറ്റേഷനിൽ കാണാം. അത് അത്രയും ഡീപ്പായിട്ട് അവിടെ കിടക്കണ്ടായിരുന്നു. പിന്നെ ശബ്ദം വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അതേപോലെ എത്ര നാളെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിൻ്റെ ഏത് റാക്കിലായിരിക്കണേന്ന് നമുക്ക് പോയി എടുക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ് ജസ്റ്റ് ഹാസ് ടു കം അപ്പ്.
ആൻഡ് പോപ്പ് അപ്പ് ആൻഡ് ലീവ്. നമ്മൾ സ്വയം അത് മനസ്സിലാക്കി, നമ്മൾ സ്വയം അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ന് തുടങ്ങുന്നോ അന്ന് മുതൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ആ അതൊരു ടൂളാണ്. അത് ഉം. ഇതിനും അറ്റാച്ച്ഡ് ആവരുത്. ഇപ്പം ഇത് പറഞ്ഞു തരുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ അടുത്തും ഈ പ്രാക്ടീസിലും ഒന്നിലും അറ്റാച്ച് ആവരുത്. നിങ്ങളൊന്നിലും ഡിപ്പെൻഡഡ് ആവരുത്. ഒരു വ്യക്തിയിലോ ഒന്നിലും ആവരുത്. ഇതാ പ്രാക്ടീസ് കഴിഞ്ഞ് നിങ്ങൾ ഹീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കണ്ണടയ്ക്കുമ്പോൾ ആ മൂഡ് കിട്ടും. ആ മെഡിറ്റേഷൻ്റെ അനുഭവം കിട്ടും. ഇപ്പോൾ നല്ലൊരു സൺസെറ്റ് കണ്ടാൽ പിന്നെ സൺസെറ്റ് കാണുന്ന ആളും സൺസെറ്റും വേറെ ഇല്ല എന്നുള്ളൊരു അനുഭവമാണ്. അതിലേക്ക് അങ്ങോട്ട് ലയിച്ച് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അതേപോലെ നമുക്ക് സ്വയം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഒരു സോളോ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പലരും പറയാറുണ്ട്. അപ്പൊ യാത്രകളും ഈ ഹീലിങ്ങും അല്ലെങ്കിൽ ഒരു മൈൻഡും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശരിയാണെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഫെമിലിയർ ആയിട്ടുള്ള സർക്കിളിൽ നമ്മൾക്ക് ആ മെമ്മറി നമ്മളെ പഴയ തോട്ട്സും പാറ്റേൺസും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ആരോ പറഞ്ഞു കേട്ട പോലെ ഇന്ന് നമ്മുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ തോട്ട്സും ഇമാജിനേഷൻസും സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ പഴയ ട്രാക്കിലേക്ക് അങ്ങനെ കയറും. അപ്പോൾ അതേപോലെ നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു ഏരിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ചർച്ചകളും നമുക്ക് നമ്മളോട് തന്നെയാണ്. എല്ലാ ഭയങ്ങളും നമ്മളോട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു 4-5 ദിവസത്തെ ട്രിപ്പൊക്കെ പോയി ഒരു 4 ബുക്ക് വായിച്ച പോലത്തെ ഒരു അനുഭവം ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും എക്സോസ്റ്റഡ് ആയിട്ട് എപ്പോഴും ടയേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണത്? പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെയാണത്. അതിപ്പോൾ ഒരു ദഹനം എല്ലാവർക്കും കണക്റ്റ് ആകാൻ പറ്റുന്ന കാലത്ത് എനിക്കും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഉറക്കം വരാത്ത എണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിൽ റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. രാത്രി നേരം വൈകി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ ഭക്ഷണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി മുഴുവൻ രാത്രി പണിയെടുക്കായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല വിശ്രമം, നല്ല സർക്കിൾ, ഇതൊക്കെ എഫക്റ്റ് ചെയ്തിരിക്കും. ഒരു നെഗറ്റീവായിട്ടുള്ള മനുഷ്യനോട് ഒരു മണിക്കൂർ ഇരുന്നാൽ മതി, നമ്മൾ ഭയങ്കരമായി ക്ഷീണിച്ചു പോകും. അത് എനർജി ലോസ് വരുന്നതാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം. പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സെറ്റിംഗ് ബൗണ്ടറീസ് എന്നുള്ളത്. പക്ഷേ പല ആളുകൾക്കും അത് ചെയ്യാൻ പറ്റാറില്ല. ആ, സ്വയം മെന്റൽ ഹെൽത്ത് ഇല്ലാതാക്കിയിട്ട് പലരും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ലൈഫ് എക്സ്ക്യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഒരു ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തത്? പീപ്പിൾ പ്ലീസിങ് തന്നെയാണ്. മറ്റൊരാൾ അതുകൊണ്ട് എന്ത് വിചാരിക്കും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് നീതി പുലർത്തുന്നു എന്നുള്ളൊരു ബോധ്യം വന്നാൽ അവിടെ തീർന്നു. ഇത് നമ്മളെ പറ്റിച്ചിട്ട് മറ്റുള്ളവരെ മുഴുവൻ പ്ലീസ് ചെയ്യുക. നമുക്കിത് പറ്റില്ല, ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് പറയാൻ പറ്റണം. ചില സമയത്ത് നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇപ്പൊ എൻ്റെ ഒരു പാർട്ട്ണറാണ്, എൻ്റെ ഒരു ഭർത്താവാണ്, എൻ്റെ ഒരു അച്ഛനാണ്, അമ്മയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്കിത് നോ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് വെച്ചാൽ അവർക്ക് ഫീൽ ആവോ നമ്മൾ ഭയങ്കര എമ്പത്തറ്റിക് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമ്മൾ അവര് വീക്കായി പോവോന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുമ്പോൾ അവരെ കൂടുതൽ വീക്കാക്കാണ് ചെയ്യുന്നത്. കൺസോളിങ്, ആശ്വസിപ്പിക്കൽ എപ്പോഴും ഒരു എനർജൈസ് ചെയ്യുന്ന, സ്ട്രെങ്ത് ചെയ്യുന്ന പരിപാടിയല്ല. അവരെ കൂടുതൽ വീക്കാക്കുന്നതാണ്. പറയേണ്ടത് പറയാൻ പറ്റണം. പറയേണ്ടത് ഭംഗിയായി പറയാൻ പറ്റണം. അതായത് എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളൊരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് പറയണം. അത് കഴിഞ്ഞിട്ടും അവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നോക്കാം. നല്ല ശരിക്കുള്ള സ്നേഹം. അല്ലാണ്ട് നമ്മുടെ ഈ ധാരണകൾ തെറ്റുമ്പോഴേക്കും സ്നേഹം പോവുകയാണെങ്കിൽ എങ്ങനെയാ? അപ്പൊ ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളവർക്കുണ്ട്. അത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം നമ്മളുടെ എല്ലാ ഷാഡോസ് സൈഡിനെയും എടുത്ത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഒരു അൺകണ്ടീഷണൽ ലവ് സംഭവിക്കുള്ളൂ. കാരണം അതിൽ നിന്നൊന്നും വേണ്ട, ഉം. ഒന്നും വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് അൺകണ്ടീഷണൽ ലവ് കൂടെ നടക്കുള്ളൂ. പക്ഷെ നമുക്ക് അവരുടെ അറ്റൻഷൻ വേണം, നമ്മൾ വിചാരിച്ച പോലെ അവർ നടക്കണം, നമ്മളെ കെയർ ചെയ്യണം എന്നൊക്കെ വരുമ്പോൾ അത് അൺകണ്ടീഷണൽ അല്ലാതെ പോവും. ഞാൻ ഒരുപാട് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭയങ്കര റിലേഷൻഷിപ്സ് അല്ല, റിലേഷൻഷിപ്സിൽ പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഗൈഡൻസും നമ്മുടെ മെൻറ്ററും നമ്മുടെ ഗുരുവൊക്കെ പറഞ്ഞിട്ട് വരെ നമ്മൾ അത് വാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് വെരി ഡിഫിക്കൽട്ട്. കാരണം ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ലവിലെത്തുമ്പോൾ അറ്റാച്ച്മെൻ്റ് അറിയാണ്ട് വരും, അല്ലെങ്കിൽ കുളത്തുകൾ ഉള്ളിൽ വരും. അപ്പോൾ അതില്ലാതെ പോകാൻ പറ്റിയ ഇറ്റ്സ് വണ്ടർഫുൾ. അതുണ്ട്. ഒരു മഴ കാണുമ്പോൾ മഴയോട് പ്രത്യേകിച്ച് ഒരു ഡീലും ഇല്ല, അതൊരു പ്രണയത്തിലാണ്.
സൺറൈസ് കാണുമ്പോൾ അതിൽ നമ്മൾ പ്രണയത്തിലാണ്. ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രണയത്തിലാണ്. അതിലൊന്നും നമ്മൾ തിരിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല. മറ്റേതിലാണ് നമ്മൾ ഡീൽ ഉണ്ടാക്കണത്. അവിടെയാണ് പ്രശ്നം ക്രിയേറ്റ് ആവണത്. അപ്പൊ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻഷിപ്പ് അല്ലേ? സിറ്റുവേഷൻഷിപ്പ് എന്താ പേരെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ മറ്റൊരാൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ലൈഫ് വണ്ടർഫുൾ ആവുന്നുണ്ട് എന്നതുകൊണ്ടാണ് മറ്റാളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. അയാൾ ഞാൻ സ്നേഹിക്കുന്നത് അയാൾ മറ്റാളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ലൈഫ് ബെറ്റർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ വ്യക്തികൾ മുഴുവൻ അവരവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മറ്റാളെ ഭയങ്കരമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് സിറ്റുവേഷൻഷിപ്പ് ആണല്ലോ. നമുക്ക് ഈ മൊമെൻറ്റിൽ ഇപ്പോൾ വണ്ടർഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്ന വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ആക്ട് ആണെന്ന് വിചാരിക്കുക അത്. ബട്ട് വെൻ ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ് ദർ ഇസ് നോ ഡുവർ. പ്രണയം എന്ന് പറയുമ്പോൾ രണ്ടില്ല, ഒന്നാവലാണ് പ്രണയം. അത് ഈ പറഞ്ഞ പോലെ പ്രകൃതിയായിട്ട് എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ തോന്നുന്നത്. എനിക്കത് കറക്റ്റായിട്ട് ഈ പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒന്നുമില്ല, ചോദിക്കാനും പറയാനും ഒന്നുമില്ല അവിടെ. ഇപ്പം മെന്റലി വീക്ക് ആയിട്ടുള്ള ഒരാള് ഒരു സൊല്യൂഷന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ചുറ്റും പല കാര്യങ്ങൾ കാണും. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കാര്യസിദ്ധിക്ക് വേണ്ടി ഇന്ന ബ്രേസ്ലെറ്റ് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഈ ഒരു സാധനം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കൂ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ആ ഒരു മാനിപ്പുലേഷനിൽ വീണ് പോകുന്നത്? അതവരുടെ പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ റേഞ്ച് അതായിരിക്കാം. നമ്മളെന്താണെന്നുള്ളതാണ്. നമ്മൾ കൃത്യവും ശുദ്ധവും നമ്മുടെ പ്യുവർ ഇൻറ്റൻഷൻ ആണെങ്കിൽ നമ്മൾ എത്തിപ്പെടേണ്ടവിടെ തന്നെ എത്തിപ്പെടുക, കാണുന്നവർ തന്നെ കണ്ടുമുട്ടുക. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ചതികൾ കിട്ടിയില്ല. നമ്മൾ അന്വേഷിച്ച് പോയിട്ടുമില്ല. ഈ താൽക്കാലിക രക്ഷപ്പെടലുകളെ ഉപാധികൾ എന്ന് പറയാം, ടൂൾസ് വെച്ചിട്ടുള്ള രക്ഷപ്പെടൽ. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നാവും, ഈ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവും, അതല്ല നമ്മൾ നോക്കിയിരിക്കുന്നത്. നമ്മൾ നോക്കിയിരുന്ന അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻഷൻ ആൻഡ് പ്യൂരിറ്റി ഷുഡ് ബി വെരി ക്ലിയർ. അതൊരാൾ ചെയ്യുമ്പോൾ ഒരാളെ പറ്റിക്കാനല്ലാതിരിക്കുക, അയാളെ നല്ലതിന് വേണ്ടിയായിരിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാശിന് വേണ്ടിയാണെങ്കിലും, ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കാശ് പറയാറില്ല, ഇഷ്ടമുള്ള ദക്ഷിണ മനസ്സ് നിറഞ്ഞിട്ട് ചെയ്യാനാണ് പറയുക. അതിന് പറയരുത് എന്നുള്ളത് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ അതൊരു വി ക്യാൻ സേ ബാഡ് കർമ്മ. ഇൻറ്റൻഷൻ അവിടെ ശരിയല്ല എന്നുള്ളത് വരാം. ഈ ഈ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പോകാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് എന്നും പറയാം. ഇപ്പം മെന്റലിസം ചെയ്യുന്ന ആളുകളുണ്ട്. എന്താണ് സത്യം പറഞ്ഞാൽ മെന്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ അത് മെൻ്റലിസം ചെയ്ത ആൾക്കാർക്ക് തന്നെയേ അറിയാൻ പറ്റുള്ളൂ. ഞാനത് പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് അവർ മൈൻഡ് വെച്ചിട്ട് ചെയ്യണേ. അതിൽ മൈൻഡിലേക്ക് പ്ലാൻ ചെയ്യുന്നതും ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നതും അത് ഗെയിമായിട്ട് കണ്ടെത്തുന്നതൊക്കെ. ഇതേപോലെ തന്നെ ഇത് വെച്ചിട്ട് എന്തും കളിക്കാം, ഇത് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാം, വശം ചെയ്യാം, എന്തും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ഉദ്ദേശശുദ്ധി ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കിയുള്ളത്. അപ്പോൾ മെൻ്റലിസം നല്ലതാണ്, പക്ഷേ ഇൻറ്റൻഷൻ, ഇഫ് ദ ഇൻറ്റൻഷൻസ് ആർ പ്യുവർ ഇറ്റ് ഈസ് ഗുഡ്. ഈ മൈൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ മൈൻഡിന് ഒരേ സമയം കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്സ് കാണുമ്പം ഓരോ വീഡിയോസും ഓരോ കണ്ടൻറ്റാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇമോഷൻസും അതിൻ്റെ ന്യൂറോ കെമിസ്ട്രി ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായ ടയേർഡും ഒരു ഫോഗി ഫീലൊക്കെ വരും. ഏറ്റവും ബെസ്റ്റായിട്ടിരിക്കുക നമ്മൾ നേച്ചറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. നമ്മൾ ഫോൺ കുറച്ചധികം നേരം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സെഷൻസ് കുറേ ആൾക്കാരുടെ കഥ കേൾക്കേണ്ടി വരണമെങ്കിൽ ഞാൻ നേരെ ഇറങ്ങിപ്പോയി ബെയർ ഫുട്ടായിട്ട് മണ്ണ് ടച്ച് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ലൈറ്റായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ട് പ്രകൃതിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഈസാവും, എനർജൈസ് ആവും, ബെറ്റർ ആവും, ബ്രെയിനിന് നല്ലതാണ്. അതൊക്കെയാണ് പകരം ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ട്രെസ്സും സ്ലീപ്പ് പ്രോബ്ലംസും. സ്ട്രെസ് ഉണ്ടെങ്കിൽ ചില ആളുകൾ രാത്രികളിൽ ഉറങ്ങാനായിട്ട് പറ്റില്ല. ഈ ഉറക്കം കിട്ടാനായിട്ട് എന്താ ചെയ്യാൻ നമ്മൾ? തീർച്ചയായിട്ടും അത് ഒരുപാട് പേര് ഇപ്പോൾ വരുന്ന ഒരു പരിപാടിയാണ് രാത്രി ഉറക്കം തീരെ ഇല്ല എന്നുള്ളത്. ഒരു സംഭവം അത് എനിക്കും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഭയങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മദ്യം കഴിച്ചിരുന്നത്. ലാസ്റ്റ് മദ്യവും ഏൽക്കാണ്ട് വന്നപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ പ്രാക്ടീസസിലേക്ക് വന്നത്.
യെസ് ഉറക്കം ഇല്ലാത്തത് വലിയൊരു പ്രോബ്ലമാണ്. നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ അത് വലിയ മെഡിറ്റേഷനാണ്. അതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയി പോകും. ഇപ്പോൾ ഉറക്കം ഇല്ലാത്തത് ശരീരം ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സ് ചിലപ്പോൾ ആക്റ്റീവായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രത്ത് വർക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിപാടി ഉറങ്ങാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടുക. അപ്പോൾ റിലാക്സ് ആകുമ്പോൾ നെർവസ് സിസ്റ്റം റിലാക്സ് ആകുമ്പോൾ നല്ല ഉറക്കം കിട്ടും. എനിക്കൊരു 3 മാസമൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് 7.5 മണിക്കൂറാണ് ഉറങ്ങിയത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരും 13 മണിക്കൂറും 12 മണിക്കൂറൊക്കെ ഡീപ്പായിട്ട് സ്ലീപ്പിലേക്ക് പോകണം. അത്ര റെസ്റ്റ് കിട്ടണില്ല, റിലാക്സ് ആവണില്ല ബ്രെയിൻ. അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ റിലാക്സ് ആവാനുള്ള എക്സസൈസ് ചെയ്യുക. കുറേ ടിപ്പുകളൊക്കെ ഉണ്ട്. ലൈക്ക് വൈകിട്ട് കാല് കഴുകി കാലിൻ്റെ അടിയിൽ ഇത്തിരി എണ്ണയൊക്കെ പറ്റി എടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഈ ടിപ്സ് കൊടുക്കുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചിട്ട് അവരവരുടെ ഇൻ്റലിജൻസിനെ ആക്ടിവേറ്റ് ആക്കട്ടെ. എന്നിട്ട് അവരവർ തീരുമാനിക്കട്ടെ എനിക്ക് എന്ത് വേണം എന്നുള്ളത്. എനിക്കിപ്പോൾ ബ്രത്ത് വർക്കാണോ ചെയ്യുന്നത്, ശ്വസനക്രിയ ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ടിപ്സ് ആണോ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ ഡെഫിനറ്റ്ലി നല്ല മാറ്റം വരുത്താൻ പറ്റും. ഉറക്കം ക്വാളിറ്റി ഓഫ് സ്ലീപ്പൊക്കെ വണ്ടർഫുൾ ആയിരിക്കും. ഈ ഉറക്കത്തിൻ്റെ കാര്യം സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ PCOD PCOS ഉള്ള കുറേ പെൺകുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ എല്ലാവർക്കും PCOD പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ആയാലും മൂഡ് സ്വിങ്സ് ആയാലും ഇത് ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാവോ? PCOD എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ ഭയങ്കര ഒരു ചേഞ്ച് ഞാൻ കണ്ട ഒരു സംഭവമാണിത്. അതായത് ഒരു PCOD വരുന്നത് കൂടുതലും സൈക്കോസൊമാറ്റിക് ആണ് അസുഖങ്ങൾ, മൈൻഡിൻ്റെ ആണ് മെയിനായിട്ട്. സെക്ഷൽ അബ്യൂസ് ഉള്ള ഒരാൾക്ക് PCODക്ക് ഭയങ്കര ചാൻസ് കൂടുതലാന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഭയം എന്നോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആൾക്ക് ഭയങ്കര കൂടുതലാന്ന് പറയാം. കാരണം നമ്മൾക്ക് പേടി വരുന്ന ഒരു ഭാഗത്തേക്ക്, ഒരു ഓർഗണിലേക്ക് സ്ട്രെസ് സേവ് ആവുകയും അത് പിന്നീട് അസുഖമായി മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ തൈറോയിഡ്. സ്ത്രീകളാണ് ഏറ്റവും കുറവ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും കുറവ് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നതും മദ്യം കഴിക്കുന്നത്. എന്നിട്ട് സ്ത്രീകൾക്കാണ് തൈറോയിഡ് എങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ സപ്രസ് ചെയ്യുന്നത്. സപ്രഷനൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ PCOD എന്ന് പറഞ്ഞ സംഭവമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡിനും ബോഡിക്കും കൂടിയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലാണ് അതിലൊക്കെ മാറ്റം ഉണ്ടാവുക. ഇപ്പം PCOD പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം യോഗ മെത്തേഡ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാം? തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെ എനർജി സ്റ്റാഗ്നൻ്റ് ആകുമ്പോഴാണ് അവിടെ അസുഖമായി മാറുന്നത്. അവിടെ എനർജി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഭാഗത്തെ എനർജി ഫ്ലോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബട്ടർഫ്ലൈ പോസ്, കപ്പോട്ടാസന, PGN പോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസസ് ഉണ്ട്. പിന്നെ ബ്രെത്ത് വർക്ക്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫിയറും ഗിൽറ്റും ഷെയിമൊക്കെയാണ് ഈ ഭാഗത്തേക്ക് കൂടുതൽ വന്ന് ലോവർ സ്പൈൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് സേവ് ആവുക. അപ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള ബ്രെത്ത് വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് വിടലും ചെയ്തിട്ട് ശ്വാസം എടുത്ത് വിടലും. ഒരു മൂളലുണ്ടാവുമ്പോൾ അവിടെ ചിന്തില്ല, മൈൻഡ് അപ്പോൾ റിലാക്സ്ഡ് ആണ്. അങ്ങനെ ഉള്ള പ്രാക്ടീസസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. കാരണം ഞാനൊരു മെത്തേഡ് ഒരു ടിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഇത് കൊടുക്കാത്തത്. ഈ ഓവർ തിങ്കിങ് എന്നുള്ളൊരു സംഭവം പ്രത്യേകിച്ച് ഈ ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ്. നമ്മൾ ചിന്തിച്ച് വേറെ കാട് കയറിയൊക്കെ പോകും. എങ്ങനെ നമുക്കിത് കുറയ്ക്കാം? അവയർനെസ് ആണ് അതിനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവം. ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവെയർ ആവുക. നമ്മൾ ഈ ചെയറിലാണ്, ഈ ശരീരത്തിലാണ്, ഈ ശ്വാസത്തിലാണ്. അപ്പോൾ പ്രസൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഇതിങ്ങനെ വിട്ടു പോകാൻ പറ്റില്ല സ്റ്റോമിലേക്ക്. അപ്പോൾ ബ്രത്ത്, ടച്ച്, ലുക്ക്, നമ്മുടെ ഇപ്പോഴത്തെ സെൻസസ് വെച്ചിട്ട് അവെയർ ആവുക. അപ്പോൾ അതിങ്ങനെ സെറ്റിലാവും. തോട്ട്സ് ഇങ്ങനെ കുറയും. ഞാനിവിടെ ഇരിക്കുകയാണ്, ആ തോട്ട്സ് ഇങ്ങനെ മെൽറ്റായി. ഈ ഓവർ തിങ്കിങ് മാത്രമല്ല, നമ്മളിങ്ങനെ മനോരാജ്യം കാണാന്നൊക്കെ പറയില്ലേ? ഇപ്പം നമ്മൾ പ്രസൻ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ വേറെ ഇങ്ങനെ തലങ്ങൾ ആ പ്രസൻറ്റിൽ തന്നെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിലാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്ന പോലെ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ഥലം മുന്ന് കണ്ട പോലെ ഒരു പരിചയം, നമ്മൾ ദേജാവോ എന്നൊക്കെ പറയുന്ന പോലെ, അതൊക്കെ ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം എന്താ? അതും ഈ എനർജിയായിട്ട് ബന്ധപ്പെട്ടതാണോ? എവറിത്തിങ്. അതിപ്പോൾ ഞാൻ ഇതിലും ശരിയും ഒരു ആധികാരികതയൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു വഴി കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു വീട് കാണുമ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാമെന്നുള്ളൊരു ഫീല് വരുന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു മെമ്മറിയുടെ ഒരു ബാങ്കാണെന്ന് പറയാം. ഇത് ഫുള്ള് മെമ്മറിയാണ്. ഇപ്പം ഞാനെന്നുള്ള പേര്, എൻ്റെ ഭാഷ, നമ്മൾ സംസാരിക്കുന്ന ഈ ഭാഷ, ഈ കാര്യങ്ങൾ ഇതൊക്കെ മെമ്മറിയാണല്ലോ. അപ്പോൾ ഈ മെമ്മറിയിൽ എൻ്റെ അച്ഛൻ്റെ അച്ചാച്ചൻ്റെ രൂപസാദൃശ്യം, ഫേഷ്യൽ ഇത് അല്ലെങ്കിൽ ശബ്ദം, ഇതൊക്കെ ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്ന പോലെ
ഇവരുടെ മെമ്മറീസും നമ്മളുള്ളിൽ ഉണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇടപെട്ടതോ അവർക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീൻസോ ആ സെൽസോ ചിലപ്പോൾ ട്രിഗർ ആവുണ്ടോ ആക്റ്റീവ് ആവുണ്ടോ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട്. എനിക്ക് എൻ്റെ സയൻറ്റിഫിക്കൽ കാര്യങ്ങൾ അറിയില്ല. അറിയാമെന്ന് പറയാം. നമ്മുടെ കുറേ സെലിബ്രിറ്റീസ് ഇപ്പം വിൽ ഗേറ്റ്സ്, വിൽ സ്മിത്ത്, നമ്മുടെ ഫഹദ് ഫാസിൽ, ആലിയ ഭട്ട് ഒക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് ADHD ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അതിൻ്റെ സിംറ്റംസ് കണ്ടാൽ എനിക്കും തോന്നും എനിക്കിതുണ്ടോ എന്ന് തോന്നും. എന്താണ് ശരിക്കും ഈ ADHD? അതിപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ട്. നമ്മൾ ചെയ്തത് ശരിയാണോ, വാതിൽ ശരിക്കും അടച്ചില്ലേ, ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പെരുമാറിയത് ശരിയായില്ലേ, ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശരി തെറ്റുകൾ നമ്മളെ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതും പിന്നെ നമ്മൾ മുഴുവനായിട്ട് അവെയർ അല്ല എന്നുള്ളതുമാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെ ബെറ്ററായിട്ട് ബോഡിയിൽ എനർജീസ് ഫ്ലോ ചെയ്യുക, ഫുള്ളായിട്ട് അവെയർ ആവാന്ന് വരുമ്പോൾ ഒരു ഫ്യൂഷൻ സംഭവിക്കും. അപ്പോൾ പിന്നെ ചെയ്യലുകളും അനാലിസിസുകളും ഇല്ല. ഇറ്റ്സ് എ ഹാപ്പനിങ്. അതാണ് പറയുക. അതിനെ നമുക്ക് നമ്മളുടെ രീതിയിലൊക്കെ പറയാൻ വെച്ചാൽ നമുക്ക് പഠിപ്പിച്ചെന്ന രീതിയിൽ ഗുരുവൊക്കെ പഠിപ്പിച്ചെന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ഈസ് എ യന്ത്ര, ഇറ്റ്സ് എ മെഷീൻ, ബ്രത്ത് ഈസ് ദ മന്ത്ര. ഇത് രണ്ടിലും അവെയർ ആയിട്ട് ബ്രീത്ത് എടുത്ത് വിടുമ്പോൾ ഒരു ഫ്യൂഷൻ സംഭവിക്കും. അപ്പോൾ പിന്നെ ഫ്ലോയിങ് ആണ്. ഇപ്പോൾ പറയുന്നതിൽ നമ്മൾ മലയാളത്തിൽ ഏതൊക്കെ ഭാഷ യൂസ് ചെയ്യുന്ന ആലോചിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോയിങ്. നമ്മൾ ABCD പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ, അക്കങ്ങൾ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഹാപ്പനിങ്ങിലേക്ക് വരണമെങ്കിൽ ഈ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അതിനെ എന്തൊക്കെ പേര് വേണമെങ്കിലും പറയാം. മൈൻഡ്, ബോഡി, എനർജി ബോഡി, പല പേരുകളുണ്ട്. ഇപ്പോൾ പഞ്ചകോശങ്ങളായിട്ടാണ് ശരീരത്തിന്. ഇപ്പോൾ യോഗിക് കൾച്ചറിലൊക്കെ പറയാം മനോമയ കോശം, അന്നമയ കോശം, ആനന്ദമയ കോശം, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ റിതമാറ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഫക്റ്റ് ചെയ്യാത്തൊരു രീതിയിലേക്ക് പോവാം. നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുന്നതും ഏത് മതത്തിലായാലും ഞാനൊരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതും ഒരുപോലെയല്ലേ? അത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? രണ്ടിന്റെയും റിസൾട്ട് എങ്ങനെയാ? ഡിഫറന്റ് ആണോ? തീർച്ചയായിട്ടും രണ്ടും രണ്ട് ആക്ട്. പ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഡൂവർ, ചെയ്യുന്ന ഒരാളുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളില്ല. മെഡിറ്റേഷൻ സംഭവിക്കേണ്ടതാണെന്ന് പറയും. 10 മണിക്ക് നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ 10:55 എടുക്കാം. ഉറങ്ങിപ്പോവാന്നുള്ളത് സംഭവിക്കേണ്ടത്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാക്ടീസസോ അല്ലെങ്കിൽ ഒരു ഫോക്കസോ ബ്രെത്തോ വെച്ചിട്ട് ഇരിക്കുകയാണ്. അതിലെപ്പോഴെങ്കിലും ആ ഒരു സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പോൾ മെഡിറ്റേഷനും പ്രയറും റിലീജിയസ് പ്രാക്ടീസസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ബട്ട് നമുക്കതിനെയൊക്കെ യൂസ് ചെയ്യാം, ടൂളാക്കാം എല്ലാത്തിനും. അതായത് ഇപ്പം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ വായിൽ ഇട്ടിച്ചിട്ട് അത് കുടിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ വായിൽ അപ്പോൾ തന്നെ സലൈവ് വരും. അപ്പോൾ നമ്മളൊരു തോട്ടിനും ഒരു ഇമോഷനും അനുസരിച്ച് അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. ഇതേപോലെ ഒരു ഒരു ഭഗവാന്റെയോ ദേവതയുടെയോ ഒക്കെ ഇത് വെച്ചിട്ട് പൂവൊക്കെ ഇട്ടിട്ട് മഹാശക്തിമാനാണെന്ന് പറയുമ്പോൾ സെയിം ലൈക്ക് ഒരു ന്യൂറോ കെമിസ്ട്രിയിൽ മാറ്റം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ദേവതയോ അല്ലെങ്കിൽ ആ മൂർത്തിയോ നമ്മളുള്ളിൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണെന്നും ഇത് നമ്മളെ ബെനിഫിറ്റ് ചെയ്യാനാണ് ഇതൊക്കെയെന്നും ഉള്ള ബോധ്യത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡീപ്പ് വർക്ക്. വെൻ ദ സൈക്കോളജിക്കൽ ആക്ട് സ്റ്റാർട്ട്സ്, അപ്പോഴാണ് ശരിക്കും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ വെസ്റ്റേൺ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമോ, നിങ്ങൾക്ക് വെളിച്ചം വരുന്നതായിട്ട് ഫീൽ ചെയ്യുമോ, അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരാളുണ്ട്. ഭാരതത്തിൽ പറയുന്ന ധ്യാനം എന്ന് പറയുന്നത് എപ്പോൾ ഇത് അവസാനിക്കുന്നു, എപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓഫ് ആവുന്നു അപ്പോൾ തൊട്ട് പോവും, ഒരു അവയർനെസ്സിലേക്ക് പോകുന്നു, അപ്പോൾ തൊട്ട് നമ്മൾ ധ്യാനത്തിലേക്ക് പോകും. നമ്മുടെ ഈ സോഡിയാക് സൈനുകളുണ്ടല്ലോ, ഇപ്പൊ കാപ്രിക്കോൺ, ക്യാൻസർ, അതൊക്കെ പല ആളുകളും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് കാണാറുണ്ട്. അപ്പം എന്നും രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. കാപ്രിക്കോണിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, അല്ലെങ്കിൽ കാപ്രിക്കോണിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണെന്ന് നമ്മുടെ ജെൻസെറ്റ് കുട്ടികൾ പോലും ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതുള്ളതാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത് കൺഫ്യൂഷൻ കൂട്ടുകയും നിങ്ങൾ ലിമിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് പേടി നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒരാൾ കാലത്ത് എനിക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെ ആവാം എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി അല്ല അതിൻ്റെ ഭംഗി. എന്തും ആവാം, ഞാൻ എന്തിനും റെഡിയാണെന്നുള്ള സ്റ്റേറ്റിലാണെങ്കിൽ അതല്ല അതിൻ്റെ വണ്ടർഫുൾനെസ്. അത് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ അതിനൊക്കെ പേടിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കാൻ തന്നെ ഒരു റേഞ്ചിലില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ. ഇപ്പം കാപ്രിക്കോണിലുള്ള ആളുകൾ കുറച്ച് ലേസി ആയിരിക്കും. അങ്ങനത്തെ ഉള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നത് കാണാറുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ അതോ ഫീൽ ചെയ്യുന്നതാണോ? എല്ലാവരിലും എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാണും എന്നുള്ളൂ. കാരണം ഒരു വീട്ടിലെല്ലാ മക്കൾ പോലും ഒരുപോലെയല്ല.
സെയിം ഫുഡ്, സെയിം ജീൻ വന്നിട്ട് പോരുന്ന ആൾക്കാർ പോലും ഒരുപോലെയല്ല. വ്യത്യാസങ്ങളുണ്ടാവും എന്തായാലും. ഇപ്പോൾ ആരോ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ രജനീകാന്ത് ജനിച്ച ടൈമിൽ എത്ര പേര് ജനിച്ചു? എല്ലാവരും അതേപോലെ ഇപ്പോൾ സക്സസ്സോ അല്ലെങ്കിൽ സ്പിരിച്വലോ ഒന്നും ആയില്ലല്ലോ. ഉം. ഡിപ്പെൻഡ്സ്. എനിക്കൊന്നും അങ്ങനെയുള്ള കാരണങ്ങൾ വെച്ച് നമ്മൾ അളന്ന് നോക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക നല്ലത്. നമ്മൾ അളക്കാനുള്ളത് നമ്മുടെ ബോധ്യമായിരിക്കണം. ഇപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അത് വണ്ടർഫുൾ ആണെങ്കിൽ എന്തായാലും നടക്കട്ടെ. ഇപ്പം ലൈഫ് സ്റ്റക്കായി നിൽക്കുകയാണ്. 2026 ഇന്ന് ഈ ദിവസം എൻ്റെ ലൈഫ് സ്റ്റക്കാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സ്വയം വിചാരിക്കുന്ന ഒരാളോട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സജഷൻ എന്തായിരിക്കും? എൻജോയ് ഇറ്റ്. അതും എൻജോയ് ചെയ്യാന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ തട്ടിത്തടഞ്ഞ് വീണുണ്ടെങ്കിലും മറിഞ്ഞു കിടന്ന് ആകാശത്തിൽ നക്ഷത്രങ്ങൾ ആസ്വദിക്കണം എന്ന് പറയും. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെയാണ് അവസ്ഥ. അതിനെ ആക്സെപ്റ്റ് ചെയ്തു അതിലിരിക്കുക. സൊല്യൂഷൻ വരുമ്പോൾ വരും. നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, പൂർണ്ണമായിട്ട് ഇവിടെ ഇരിക്കുക. ഈ മൊമെന്റിലായിരിക്കുക. ഈ മൊമെന്റ് തന്നെ പ്രശ്നം കൊണ്ടുവന്ന തന്നെ നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരും. അപ്പം സ്പിരിച്വൽ ഹീലിങ്ങിനെ കുറിച്ചും നമ്മുടെ മനസ്സിനെ കുറിച്ചും നമ്മളെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ്, എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ലിബിൻ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഒരു സെഷനും കൂടിയായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. ഞാൻ ഭയങ്കരധികം ഹാപ്പിയാണ്. ഇത്ര നേരം നമ്മുടെ വട്ടമേശയോടൊപ്പം നമ്മുടെ കൂടെ ഒരു പ്രശ്നവും ഇല്ലാതെ സഹകരിച്ച് നിന്ന ലിബിൻ ചേട്ടൻ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ലിബിൻ ചേട്ടന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഒരു ബോധ്യം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പബ്ലിക്കിലേക്ക് പറഞ്ഞാൽ എങ്ങനെ റീച്ച് ആവുന്നു. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടതാണ് നമ്മൾ സംസാരിക്കുക. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അയാൾക്കുള്ള ഉത്തരം വേറെ ആയിരിക്കും. ചോദിക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ച് ചോദ്യങ്ങളുടെ ഇത് മാറുള്ളൂ. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ എക്സ്പീരിയൻസസ് ആണ്. ഞാൻ മനസ്സിലാക്കിയതാണ് എല്ലാം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കുക. ലെറ്റ്സ് മേക്ക് ദിസ് വേൾഡ് ബെറ്റർ. ഒരുപാട് ആളുകളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇനിയും ഒരുപാട് പേരെ കാണാനും സംസാരിക്കാനും അവരുടെ ലൈഫിൽ ഒരു ലൈറ്റ് ആയിട്ട് മാറാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്ര നേരം വട്ടമേശയോടൊപ്പം സംസാരിച്ച നമുക്ക് ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്ന് ശരിക്കും ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഒരു സെഷൻ കൂടിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്.